ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഹലോ മമ്മി എന്ന് പറയുന്ന മൂവിയാണ്. മരണശേഷവും നായികയുടെ അമ്മയുടെ ആത്മാവ് അവളുടെ കൂടെ തന്നെ കൂടി അതവളുടെ വിവാഹ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. മൂവിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ച് ആൾക്കാരാകട്ടെ വിജനമായ ഒരു വീട്ടിലേക്ക് കയറി വരികയും അവിടെ ഇരുന്നൊരു പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തോ ഒരു ശക്തിയാകട്ടെ അവരെ എല്ലാം തന്നെ തടുക്കുകയും ആ പെൺകുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയാണ്. ആ കറുത്ത വസ്ത്രധാരികളാകട്ടെ മലമുകളിൽ നിന്നുകൊണ്ട് ആ വീട് നോക്കി പറയുന്നുണ്ട് അതിശക്തിയായ ആ ആത്മാവിനെ എങ്ങനെയെങ്കിലും കീഴടക്കണമെന്ന്. ആ ആത്മാവ് മാത്രമായിരിക്കും നമ്മുടെ കുലത്തിന് ഒരുപാട് ശക്തി നൽകാൻ പോകുന്നത്. സീൻ അവിടെ നിന്നും കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ബാറാണ്. അവിടെ നമ്മുടെ നായകനും കൂട്ടുകാരനും ഇരുന്ന് മദ്യപിക്കുകയാണ്. ചില ഗുണ്ടകളാകട്ടെ അവിടെ വഴക്കുണ്ടാക്കുന്നതിനിടയ്ക്ക് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ബിയർ കുപ്പി തള്ളി താഴെയിടുന്നു. അതിന്റെ പേരിൽ നമ്മുടെ നായകനായ ബോണിയും ആ ഗുണ്ടകളും തമ്മിൽ വലിയ വഴക്ക് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടിയിൽ ബാറിൽ ഒരുപാട് നഷ്ടമുണ്ടാകുകയും ചെയ്തു. ബോണിക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്തു. ഇവൻ പലയിടത്തും പോയി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്ഥിരമായതുകൊണ്ട് തന്നെ പതിവായതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് കാശ് ചോദിക്കുന്നത് ബോണിയുടെ അപ്പനായ ഫിലിപ്പിനോടാണ്. ബോണിയുടെ വീട്ടില് അവന്റെ അച്ഛൻ ഫിലിപ്പും അമ്മ സോയയും സഹോദരിയുടെ ഭർത്താവ് തോംസണുമായിരുന്നു ഉണ്ടായിരുന്നത്. ബോണിയുടെ അങ്കിള് ഒരു പള്ളിയിലച്ഛനുമാണ്. ഇവരെല്ലാവരും ചേർന്നിട്ട് അവനെ ഉപദേശിച്ച് നന്നാക്കാനുള്ള പുറപ്പാടാണ്. ബോണി ഒരു പെറ്റ് ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെറ്റിനാവശ്യമുള്ള സാധനങ്ങളും ഫുഡും എല്ലാം തന്നെ വിൽക്കുന്ന ഒരു കട. അവൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി നടക്കുകയാണെങ്കിൽ അവന്റെ ആ ബിസിനസ് എല്ലാം തന്നെ താൻ പൂട്ടിക്കുമെന്നും ഫിലിപ്പ് ഇടയ്ക്ക് പറയുന്നു. ഒരു കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഉത്തരവാദിത്വം ഉണ്ടാകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് സോയമ്മ പറയാറുണ്ട്. എന്നാൽ കല്യാണാലോചനകൾ പലത് കൊണ്ടുവന്നിട്ടും അതെല്ലാം തന്നെ ബോണി വേണ്ടാന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ ഒരു ആലോചനയുമായിട്ട് വീട്ടുകാർ വന്നിട്ട് തോംസണോട് പറയുന്നുണ്ട് ഈ പെൺകുട്ടിയെ കാണാൻ ബോണി ഒന്ന് നിർബന്ധിക്കണമെന്ന്. അവസാനം തോംസൺ ആകട്ടെ ബോണി എടുത്ത് പറയുന്നുണ്ട് വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാ നീ എന്തായാലും ഒന്ന് പോയി കാണാൻ. അവർക്ക് ലോകത്തെങ്ങും ഇല്ലാത്ത കുറെ ഡിമാൻഡ്സ് ഉണ്ട്. അതുകൊണ്ട് അവര് തന്നെ നിന്നെ റിജക്ട് ചെയ്തോളും. അതുകൊണ്ട് വീട്ടിൽ സീനും ഉണ്ടാവത്തില്ല. 5-6 മാസത്തേക്ക് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനും പറ്റും. അവര് തന്നെ റിജക്ട് ചെയ്യുമെന്ന് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ തോംസൺ അവരുടെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് പറയുന്നു. പെൺകുട്ടിയുടെ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ നേരത്തെ മരിച്ചുപോയതാ. ഷിംലയിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ആയവരാ. അവള് ഫ്യൂച്ചറിൽ സയന്റിസ്റ്റ് ആകാൻ പോവുകയാണ്. പോരാഞ്ഞിട്ട് അവളുടെ അച്ഛനാകട്ടെ മാത്സ് പ്രൊഫസറും. ആ ഫാമിലിയും നിന്റെ ഫാമിലിയും വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നും സെറ്റ് ആകാൻ പോകുന്നില്ല. അതും പോരാഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കുകയും വേണം. അതുകൊണ്ട് ഈ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അവര് തന്നെ നിന്നെ റിജക്ട് ചെയ്യും. അങ്ങനെ അവസാനം ബോണി പെൺകുട്ടിയെ കാണാൻ പോകുന്നു. അവളാണ് നമ്മുടെ മൂവിയിലെ നായിക സ്റ്റെഫി. ബോണിയുടെ മുഖത്താകട്ടെ തലേന്ന് അടിയുണ്ടാക്കിയതിന്റെ പാടുകളുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അവള് ചോദിക്കുമ്പോൾ അവനുള്ള സത്യം തുറന്നു പറയുന്നു. ബാറിൽ കള്ളു പിടിച്ചിട്ട് അടിയുണ്ടാക്കിയതാണെന്ന്. ബോണി ഇങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് സ്റ്റെഫിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ ഈ കഫേലിരുന്ന് സംസാരിക്കുന്നതെല്ലാം തന്നെ ദൂരെ ഇരുന്ന ഒരാളെ നോട്ടീസ് ചെയ്യുകയും ഇവരുടെ ഫോട്ടോസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റെഫിക്ക് നായ്ക്കളെ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് നായ്ക്കളെ ഇഷ്ടമോ, പക്ഷെ അവർക്ക് തന്നെ കൂടി ഇഷ്ടമാവണ്ടേ എന്നാണ് അവള് ചോദിക്കുന്നത്. ബോണിയുടെ തമാശകളും സംസാരവും എല്ലാം തന്നെ സ്റ്റെഫിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. നമുക്ക് കൂടുതൽ പരിചയപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നാണ് അവള് പറയുന്നത്. റിജക്ട് ചെയ്യുമെന്ന് അവൻ വിചാരിച്ചിട്ടും അവൾ റിജക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ബോണിക്കും അവളെ ഇഷ്ടപ്പെട്ടിരുന്നു. ബോണി തോംസണിനോട് പറയുന്നുണ്ട് എനിക്ക് കുട്ടി ഇഷ്ടപ്പെട്ടു എന്ന്. ആ കുട്ടിക്കും കൂടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ കല്യാണം നടക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ തോംസൺ പറയുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കാര്യമില്ല, വീട്ടുകാർ സമ്മതിക്കണ്ടേ എന്ന്. അത് നീ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്നാണ് തോംസണിനോട് ബോണി പറയുന്നത്. ഇവര് രണ്ടുപേരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ പേര് ബോസ് എന്നാണ്. വേഷം അറിയായിരുന്നു അയാൾ ആ കഫേയിലേക്ക് പോയത് തന്നെ. തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ബോസ് ആകട്ടെ സ്റ്റെഫിയെ കുറിച്ചും സ്റ്റെഫിയെ കാണാൻ വന്ന നമ്മുടെ ബോണിയെ കുറിച്ചും എല്ലാം തന്നെ വോയിസ് ഓവർ ചെയ്തു വെക്കുന്നു. സ്റ്റെഫിയുടെ അവളുടെ അച്ഛൻ സാമുവലിന്റെ ജീവിതത്തിലേക്ക് പുതുതായിട്ട് കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ആരാണെന്നും അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുമാണ് ഇയാൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇവിടെ സ്റ്റെഫിയും ബോണിയും മെസ്സേജിലൂടെയും കോളിലൂടെയും ഒക്കെ കൂടുതൽ അടുക്കാൻ തുടങ്ങിയിരുന്നു. സ്റ്റെഫി വളരെയധികം അടുക്കും ചുറ്റോടും കൂടിയാണ് ജീവിക്കുന്നത്. ഓരോ സാധനങ്ങളും എടുത്തെടുത്ത് തന്നെ അവൾ തിരിച്ചു വെക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ബോണി ആകട്ടെ അവന്റെ റൂം എല്ലാം തന്നെ എപ്പോഴും അലങ്കോലമാക്കിയിടും. അതിനിടയ്ക്ക് തോംസണും ബോണിയുടെ സഹോദരിയും ചേർന്നിട്ട് സ്റ്റെഫിയെ പറ്റി അവരുടെ അച്ഛനോടും അമ്മയോടും പറയുന്നു. ബോണിക്ക് ആ പെൺകുട്ടിയെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു. എന്നാൽ കല്യാണശേഷം ചെക്കൻ അവരുടെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് പറയുമ്പോൾ ബോണിയുടെ അച്ഛൻ ഫിലിപ്പിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ബോണിയാകട്ടെ തനിക്ക് സ്റ്റെഫിയെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഒറ്റ നിൽപ്പും. ഓരോ ദിവസം പോകുന്തോറും അവർ കൂടുതൽ അടുക്കുകയുമായിരുന്നു. അവസാനം അവൻ വേറൊരു കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വയം ഫിലിപ്പിനോട് പറയുന്നുണ്ട് തങ്ങളുടെ മോൻ അവിടെ പോയി നിന്നാലും വേണ്ടില്ല, അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന്. അതിനിടയ്ക്ക് സ്റ്റെഫിയുടെ പപ്പ സാമുവലാകട്ടെ ബോണിക്ക് ഒരു കത്തയക്കുന്നു. ഒരു ആപ്ലിക്കേഷൻ ഫോം പോലെയാണ് അയാൾ അത് അയക്കുന്നത് തന്നെ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരുപാട് കാര്യങ്ങളിൽ അയാൾ കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് തന്റെ പപ്പയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അത് രാവിലെ 5 മണിക്ക് തന്നെ പപ്പ എഴുന്നേൽക്കും. അതിനുശേഷം വ്യായാമം. പപ്പയെ ഞാൻ ചിരിച്ചു കണ്ടിട്ടുള്ളത് സാധാരണ പ്രേതപടങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ്. സീൻ എവിടുന്ന് കട്ടായി വീണ്ടും ബോണിയുടെ ഷോപ്പിലേക്ക് വരുന്നു. അവിടെ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബോസ് ആകട്ടെ അവനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ബിച്ചുവിനോട് പറഞ്ഞിട്ട് ബോണിയെ അയാൾ അവിടേക്ക് വിളിപ്പിക്കുന്നു. എന്നാൽ ബോണി വരുമ്പോഴേക്കും ബോസ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ നോട്ടും അയാൾ അവിടെ വിട്ടിട്ടുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക എന്നതായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അതേസമയം ബോണിയുടെ നിർബന്ധം കാരണം ഇവിടെ വീട്ടുകാരെ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെഫി വീണ്ടും അവനോട് എടുത്തു ചോദിക്കുന്നുണ്ട് കല്യാണത്തിന് ശേഷം നീ വീട്ടിൽ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞത് ആലോചിച്ചിട്ട് തന്നെയാണ്
വേണമെന്ന്. അതിന് മറുപടിയായിട്ട് ബോണി പറയുന്നത് ഇങ്ങനെയായിരുന്നു, എന്റെ വീട് നിന്റെ വീട് എന്നിങ്ങനെയുണ്ടോ? ഇനി നമ്മളെങ്ങാനും പുറത്തു പോയി സെറ്റിൽ ആവുകയാണെങ്കിൽ സ്റ്റെഫി എന്റെ കൂടെ വന്നല്ലേ പറ്റൂന്ന്. അതവൻ പറഞ്ഞു തീർന്നതും അവൾക്ക് ചുറ്റും എന്തോ ഒരു ശക്തി വരികയും അവളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ താഴെ വീഴുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ബോണിയുടെ മെസ്സേജിന് ഒന്നും തന്നെ സ്റ്റെഫി റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് തവണ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് അവൾ ഫോൺ എടുത്തില്ല. ഒടുവിൽ താൻ മെസ്സേജ് അയക്കില്ല എന്നും ഇത് തന്റെ ലാസ്റ്റ് മെസ്സേജ് ആണെന്നും പിരിയാനാണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും താൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ ലാസ്റ്റ് ആയിട്ടൊരു മെസ്സേജ് കൂടി അയക്കുന്നു. അത് കണ്ടതും അവൾ നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു റിപ്ലൈ അയക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തോംസൺ അവനോട് പറയുന്നുണ്ട്, അവൾ ചിലപ്പോൾ നിന്നെ ഒഴിവാക്കാൻ പല കാരണങ്ങളും പറയും. ചിലപ്പോൾ അവൾ നിന്നെ ടെസ്റ്റ് ചെയ്യുന്നതുമാകാം. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം മറുപടി പറയാൻ. നേരിട്ട് കാണുമ്പോൾ ബോണി അവളോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും ഈ റിലേഷൻഷിപ്പിൽ ആർക്കാണ് പ്രശ്നമെന്ന്? പപ്പയ്ക്കാണോ അതോ നിനക്കാണോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ല, മമ്മിക്കാണ് പ്രശ്നമെന്നാണ് അവൾ പറയുന്നത്. മരിച്ചുപോയ മമ്മിക്ക് ഇങ്ങനെ പ്രശ്നം വരാനാണെന്ന് ബോണി ചോദിക്കുന്നു. അത് കേട്ട് സ്റ്റെഫി പറയുന്നുണ്ട്, തന്റെ മമ്മി ഇപ്പോഴും തന്റെ കൂടെ ഉണ്ടെന്ന്. മരിച്ചതിനു ശേഷവും ആത്മാവായിട്ട് തന്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ അവൾ ഈ പറയുന്നതെല്ലാം തന്നെ വെറുതെ ആയിരിക്കുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. കാരണം തോംസൺ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൾ പല ഡയലോഗുകളും അടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ബോണി അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. താനീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് വിശ്വാസം ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് സ്റ്റെഫി അവനോട് പറയുമ്പോൾ ബോണി പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന്. സ്റ്റെഫി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റെഫിയുടെ മമ്മിയെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് നീ വിചാരിക്കുന്ന പോലെ നിസ്സാര കാര്യമല്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എന്താണെങ്കിലും അത് തരണം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് അവൻ പറയുന്നത്. സ്റ്റെഫി പറയുന്നുണ്ട്, ഇതുപോലെ പലരോടും ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അവരെല്ലാം പേടിച്ചോടിയിട്ടേ ഉള്ളൂ. എന്നാൽ തനിക്കൊരു പേടിയുമില്ലെന്നാണ് ബോണി പറയുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ രണ്ടുപേരും തീരുമാനിച്ചു. ബോണിയാകട്ടെ തിരിച്ചു വന്നിട്ട് തോംസണിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിരിക്കുകയായിരുന്നു. അവൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ലെവലിലുള്ള ഐഡിയയുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട്. ഇവിടെ സ്റ്റെഫി ആകട്ടെ തന്റെ അച്ഛൻ സാമുവലിനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. താൻ ബോണിയോട് എല്ലാം പറഞ്ഞു എന്നും. എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവൻ സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് അത്ഭുതമായിരുന്നു. എന്നാൽ മമ്മിക്ക് ഇപ്പോഴും ഇതിൽ താല്പര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. ഇത് കേട്ടതും സാമുവൽ ആകെ ദേഷ്യത്തിലായി. കാരണം അയാളും അയാളുടെ വൈഫും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിലും നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഞാൻ നടത്തി തരുമെന്ന് അയാൾ പറയുന്നു. ആ സമയത്തും അവളുടെ മമ്മി പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ കാറ്റുണ്ടാക്കുന്നു. അതിനുശേഷം ബോണിയുടെ വീട്ടുകാര് അവിടേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ അയൽവക്കത്ത് താമസിക്കുന്ന നമ്മുടെ ബോസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷിംലയിൽ ജോലി ചെയ്തിരുന്ന സാമുവലാകട്ടെ റിട്ടയർമെന്റിന് ശേഷമാണ് ഇവിടേക്ക് വീട് വാങ്ങി താമസമായത്. അങ്ങനെ അവർ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കെ സ്റ്റെഫി ബോണിയോട് പറയുന്നുണ്ട്, നിനക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി മുതൽ ഇത് നിന്റെയും കൂടെ വീടാണെന്ന്. ഞാൻ മമ്മിയുടെ കാര്യം പറഞ്ഞിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തീരുമാനിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് മമ്മി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയുന്നില്ല. തൽക്കാലം നമുക്ക് മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാമെന്നാണ് പറയുന്നത്. അങ്ങനെ അവരെല്ലാരും കുറച്ചേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവരാ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ ഉണ്ടായിരുന്ന ചായക്കപ്പുകളെല്ലാം തന്നെ തനിയെ ചലിക്കാൻ തുടങ്ങി. അവളുടെ മമ്മി ദേഷ്യം അറിയിക്കുന്നതായിരുന്നു ഇതെല്ലാം തന്നെ. കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം താഴേക്ക് വീണ് പൊട്ടുകയും ചെയ്തു. ഈ സൗണ്ട് കേട്ടുകൊണ്ട് പോയ ബോണിയുടെ കുടുംബം തിരിച്ചു വരുന്നു. എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ എടുക്കുന്ന വഴിക്ക് തന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണെന്നാണ് സ്റ്റെഫി പറയുന്നത്. അങ്ങനെ അവരവിടെ നിന്നും പോയി. പിന്നീട് ഇവരുടെ കല്യാണത്തിനുള്ള ആഘോഷങ്ങളായിരുന്നു. അതിനുശേഷം അവസാനം പള്ളിയിൽ വെച്ച് ഇവരുടെ വിവാഹവും കഴിയുന്നു. ആ സമയത്തെല്ലാം തന്നെ സ്റ്റെഫി ഒരുപാട് പേടിച്ചായിരുന്നു നിന്നിരുന്നത്. ഈ വിവാഹത്തിൽ മമ്മിക്ക് എതിർപ്പുള്ളത് കൊണ്ട് തന്നെ ഇനി വിവാഹശേഷം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ വിവാഹശേഷം അവർ നേരെ പോകുന്നത് ബോണിയുടെ വീട്ടിലേക്കായിരുന്നു. അവൾ വിളക്ക് വാങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ബോണിയുടെ നായ്ക്കളെല്ലാം തന്നെ അതിശക്തമായിട്ട് കുരയ്ക്കാൻ തുടങ്ങി. എന്നാൽ സ്റ്റെഫിക്ക് അറിയായിരുന്നു അത് തന്റെ മമ്മിയുടെ ആത്മാവിനെ കണ്ടിട്ടാണ് കുരയ്ക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പോയി എത്രയൊക്കെ പറഞ്ഞിട്ടും ആ നായ്ക്കൾ കുര നിർത്തുന്നില്ല. അവസാനം സ്റ്റെഫി ആകട്ടെ ആരും കേൾക്കാതെ പതിയെ മമ്മി പ്ലീസ് നിർത്തുന്ന പറയുന്നുണ്ട്. ആ ടൈമിൽ ഈ നായ്ക്കൾ കുരയും നിർത്തുന്നു. എല്ലാവരും വിചാരിക്കുന്നുണ്ട് ബോണി പറഞ്ഞതുകൊണ്ടാണ് അത് കുര നിർത്തിയതെന്ന്. അങ്ങനെ അവർ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി വീടിനുള്ളിലേക്ക് കടന്നു. സ്റ്റെഫിയുടെ മമ്മി സ്റ്റെഫി എവിടെ പോയാലും അവളുടെ കൂടെ ഉണ്ടാകുമായിരുന്നു. രാത്രിയിൽ തന്റെ ബെഡ്റൂമിലിരിക്കുന്ന സ്റ്റെഫിക്ക് അവളുടെ മമ്മിയുടെ പ്രസൻസ് ആ റൂമിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ബോണി അവിടേക്ക് വരുന്നത്. ആദ്യ രാത്രിയിലേക്ക് കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവനോട് പറയുന്നുണ്ട് തന്റെ മമ്മിക്ക് കല്യാണത്തിന് വലിയ താല്പര്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷെ ഒരുപാട് നിർബന്ധിച്ചാണ് ഇത്രയെങ്കിലും സമ്മതിച്ചതെന്നും അതുകൊണ്ട് തന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ആകുന്നിടം വരെ നമുക്കിടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് മമ്മി പറഞ്ഞിട്ടുണ്ടെന്നും ഞാൻ മമ്മിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും. എന്നാൽ ഇതെല്ലാം കേട്ട് ബോണിക്ക് ചിരിയാണ് വരുന്നത്. ഇപ്പോഴും അവൾ അവളുടെ മമ്മി കൂടെയുണ്ടെന്ന് പറയുന്നത് ഒന്നും തന്നെ അവൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനാകട്ടെ അവളെ പിടിച്ച് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധപൂർവ്വം കിസ് ചെയ്യാൻ തുടങ്ങിയതും അവളുടെ മമ്മിയാകട്ടെ അവനെ അവിടെ നിന്നും ദൂരേക്ക് വലിച്ചെറിയുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗ്ലാസും പൊട്ടിച്ചുകൊണ്ട് അവൻ നേരെ താഴേക്ക് പോയി വീഴുകയും ചെയ്യുകയാണ്. ഒരു നിമിഷത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബോണിക്ക് മനസ്സിലായില്ല. താൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എത്ര ആലോചിച്ചിട്ട് അവന് പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ തിരിച്ച് റൂമിലേക്ക് കയറി വന്ന് നോക്കുമ്പോഴാണ് സ്റ്റെഫി മമ്മിയോട് സംസാരിക്കുന്നത് അവൻ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം തന്നെ എയറിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു. മമ്മി എന്തിനാ ബോണിയോട് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൾ അങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബോണിയുടെ കിളി പോയ അവസ്ഥയായിരുന്നു. ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, അതുവരെ ബോണിയെ ഒരു രീതിയിലും ഉപദ്രവിക്കരുതെന്ന് മമ്മി എനിക്ക് പ്രോമിസ് തരണമെന്നും അവൾ മമ്മിയോട് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ബോണിയുടെ ബോധം വീണ്ടും പോയി. പിറ്റേന്ന് രാവിലെ ബോണിയുടെ വീട്ടുകാരെല്ലാം ചിന്തിക്കുകയായിരുന്നു ആ ചില്ലെങ്ങനെ പൊട്ടിയതെന്ന്. ബോണിയാകട്ടെ തോംസണിനോട് പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ അവളുടെ മമ്മിയുടെ കളിയാണെന്ന്.
എനിക്ക് ഡിവോഴ്സ് വേണം. നേരത്തെ അവൾ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു. നീ ഒറ്റയൊരുത്തൻ കാരണമാണ് അവൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടി കള്ളം പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചത്. എന്റെ വീട്ടിൽ ഇത് അവസ്ഥയെങ്കിൽ അവളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരിക്കുമെന്ന് ബോണി പറയുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഡിവോഴ്സ് വേണം. എന്നാൽ അപ്പോഴും തോംസണിന് ബോണി പറയുന്ന കാര്യങ്ങളിൽ അത്ര വിശ്വാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ പിന്നിൽ വേറെന്തെങ്കിലും ആണെന്നായിരുന്നു അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റെഫി ബോണിയോട് വന്ന് പറയുന്നുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ വീട്ടിലേക്ക് പോകണമെന്നും ദൂരം കുറവായതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാമെന്നും. എന്നിട്ട് അവനെയും കൂട്ടി അവൾ പുറത്തു പോകുന്നു. വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുകയാണ്. തന്റെ കാര്യത്തില് മമ്മിക്ക് ചില തീരുമാനങ്ങളുണ്ട്. പണ്ട് മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളിൽ പപ്പ തന്നെ കൊണ്ടുപോയി ചേർത്തപ്പോൾ ആ സ്കൂളിൽ വരെ മമ്മി പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും കാലം മമ്മിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ലൈഫിൽ ചെയ്തിട്ടുള്ളൂ. എന്നാൽ മമ്മിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം ഞാൻ ചെയ്തത് ബോണിയെ വിവാഹം കഴിച്ചു എന്നതായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടൊരു ശവത്തിനെ പോലെ ഇരിക്കുകയായിരുന്നു ബോണി. മമ്മി ഒരു പാവമാണെന്നും തനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തന്നെ പതിയെ പതിയെ ബോണിയെ മമ്മിക്ക് ഇഷ്ടപ്പെടുമെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ ബോണിയും കൂട്ടി സ്റ്റെഫി ആകട്ടെ അവളുടെ വീട്ടിലെത്തി. ബോണി ശരിക്കും പേടിച്ചായിരുന്നു ആ വീട്ടിൽ നിന്നിരുന്നത്. സാമൂല് അവനെ വിളിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ആദ്യ രാത്രിയിൽ സംഭവിച്ചതൊന്നും തന്നെ ശരിയായില്ല എന്ന് തന്നെയാണ് അയാൾ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാം, പക്ഷെ ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ഇതൊക്കെ മമ്മി കേൾക്കില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്റെ അനുവാദമില്ലാതെ അവൾ ഈ റൂമിലേക്ക് കയറില്ല എന്ന്. അപ്പോൾ മമ്മിക്ക് പപ്പയെ പേടിയാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് അവളെ ഒരു പേടിയില്ല, അതുപോലെ തന്നെ അവൾക്ക് എന്നെയും പേടിയില്ല. അവൾക്ക് ഈ വീട്ടിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അതെല്ലാം നീ പാലിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഇന്നലത്തെ സംഭവത്തോടു കൂടി നീ നല്ലൊരു പോരാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. വേറെ പല ആലോചനകളും വന്നിട്ടും സ്റ്റെഫിക്ക് വേണ്ടിയിട്ട് നിന്നെപ്പോലൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തതിന് കാരണം തന്നെ അതാണ്. അങ്ങനെ ആ വീട്ടില് മമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂൾസ് എല്ലാം തന്നെ സ്റ്റെഫി ബോണിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആഹാരം കഴിക്കുന്ന സമയത്ത് മിച്ചം വെക്കാൻ പാടില്ല, ഒരു തരി പോലും താഴേക്ക് വീഴാനും പാടില്ല. ഫ്രിഡ്ജ് തുറന്നാൽ 20 സെക്കൻഡിനകം തന്നെ അടയ്ക്കണം. ഫ്രിഡ്ജ് തുറക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഫ്രിഡ്ജ് തുറക്കാൻ. വീടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, ബാത്റൂമിനുള്ള ചെരുപ്പ് പുറത്തേക്ക് കൊണ്ടുവരാനും പാടില്ല. ഉപയോഗിച്ച തുണികൾ അവിടെ എവിടെയും വലിച്ചെറിയാൻ പാടില്ല. നനഞ്ഞ ടവൽ ഒരു കാരണവശാലും ബെഡിലിടാനും പാടില്ല. എന്നിട്ട് മമ്മിയുടെ റൂം കാണിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, മമ്മി ബോണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം ഞാനിത് നിന്നെ തുറന്നു കാണിക്കാമെന്ന്. ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഡിസൈനും എല്ലാം തന്നെ മമ്മിയുടെ ഇഷ്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറ്റി വെക്കാൻ പാടില്ല. എന്നിട്ട് അവള് മമ്മിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഹലോ മമ്മി എന്ന് പറയാനും പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഹലോ മമ്മി എന്ന് പറയുമ്പോൾ അവളുടെ മമ്മി തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ശാന്തമായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു. അത് കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, മമ്മിക്ക് ബോണി ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. അവൾ പോയി കഴിയുമ്പോൾ അവൻ വീണ്ടും ഹലോ മമ്മി എന്ന് പറഞ്ഞതും അവിടെ വാളിലുണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു ആകട്ടെ അവന്റെ കൺമുന്നിലേക്ക് വന്നു നിൽക്കുന്നു. അതോടെ ബോണി ആകെ പേടിച്ചു. ആ വീട്ടിൽ പ്രൈവസി കിട്ടുന്ന ഒരേ ഒരു ഇടം ബാത്റൂം മാത്രമായിരുന്നു. അതുകൊണ്ട് പേടിച്ച് അവൻ അതിനകത്താണ് പോയിരിക്കാറ്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം തന്നെ ബോണിക്ക് പരീക്ഷണ ദിവസങ്ങളായിരുന്നു. അവൻ ഓരോ റൂള് തെറ്റിക്കുമ്പോഴും പലയിടത്തു നിന്നും അവൻ അടികിട്ടിക്കൊണ്ടേയിരുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ബെഡ് വൃത്തിയാക്കത്തേനും നനഞ്ഞ ടവല് ബെഡിലിട്ടതിനും ആഹാര സാധനങ്ങൾ താഴേക്കിട്ടേനും അങ്ങനെ എല്ലാത്തിനും അവൻ അടികിട്ടി തുടങ്ങിയിരുന്നു. ഒടുവിൽ പതിയെ പതിയെ അവൻ അവിടുത്തെ റൂളെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കാരണം അവന് കിട്ടുന്ന അടിയുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നീട് സാമൂലും അവരും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴും ഒക്കെ തന്നെ അവൻ പോയി ഇടപെടുമായിരുന്നു. മമ്മി ഈ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന റൂളെല്ലാം തന്നെ നമുക്ക് വേണ്ടിയിട്ടാണെന്നും അതെല്ലാം പാലിക്കുന്നത് നല്ലതാണെന്നും അവൻ തന്നെ പറയാൻ തുടങ്ങി. മമ്മിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ സ്റ്റെഫിയുടെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മമ്മി വന്നിട്ട് അവനെ വീണ്ടും അടിച്ച് താഴെയിടുന്നു. കൺട്രോൾ ഉണ്ടെങ്കിൽ തന്റെ അടുത്ത് കിടന്നുകൊള്ളാൻ അവൾ പറഞ്ഞെങ്കിലും തനിക്ക് കൺട്രോൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും മാറിപ്പോകുന്നു. ഒരു ദിവസം ഓടാൻ പോകുന്ന നേരത്ത് അവൻ സാമൂലിനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു വാടക വീടെടുത്ത് മാറട്ടെ എന്ന്. എന്നാൽ സ്റ്റെഫി എവിടെ പോയാലും അവളുടെ മമ്മി അവളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്നു. അത് കാരണം ആ ഒരു ഐഡിയ വർക്കൗട്ട് ആകില്ല. ആ സമയത്ത് അതുവഴി ഓടിക്കൊണ്ടിരുന്ന ബോസ് ആകട്ടെ ബോണിയുടെ ദേഹത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോകുന്നു. നിങ്ങൾ അപകടത്തിലാണ്, എന്റെ പിറകെ വരുമെന്നാണ് അതിൽ എഴുതിയിരുന്നത്. അങ്ങനെ ബോണി നേരെ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ബോസ് പറയുന്നുണ്ട് താൻ ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നും തന്റെ പുതിയ പ്രോജക്ട് സ്റ്റെഫിയെയും സാമൂലിനെ പറ്റിയുള്ളതാണെന്നും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷിംലയിൽ വലിയൊരു ബാങ്ക് കവർച്ച നടന്നിരുന്നു. 55 വയസ്സിന് പ്രായമുള്ള ഒരാളും ഒരു സ്ത്രീയും ചേർന്നിട്ടാണ് നടത്തിയത്. അത് ഇവരാണെന്നും ഇവരുടെ വീട്ടിൽ നിന്ന് ചില സമയത്ത് അപശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും ഇവിടെയും ഇവർ ബാങ്ക് കൊള്ളയ്ക്ക് വന്നതാണെന്നും ഒക്കെയാണ് ബോസ് പറയുന്നത്. മാത്രമല്ല ആ പെൺകുട്ടിക്ക് ഒരുപാട് അലയൻസുകൾ വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. ആ പെൺകുട്ടി പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നും അത് കണ്ടുപിടിക്കാൻ താനെ സഹായിക്കണമെന്നും ബോസ് ബോണിയോട് പറയുന്നു. എന്നാൽ ബോണിക്കറിയാമായിരുന്നു ഈ ബോസ് പോകുന്നത് തെറ്റായ വഴിയിലാണെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ സ്റ്റെഫിയുടെ മമ്മിയാണെന്നും. തൽക്കാലം അതൊന്നും തന്നെ ബോണി അയാളോട് തുറന്നു പറയുന്നില്ല. ഇവിടെ തോംസൺ ആകട്ടെ ബോണി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിച്ചുവിനെ നമ്മുടെ സ്റ്റെഫിയുടെ അടുത്തേക്ക് വിട്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അവൾ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് അവളുടെ കയ്യിലുള്ള ബാഗും തട്ടിപ്പറിച്ച് ഓടാനും ആ സമയത്ത് അവളുടെ മമ്മി കൂടെ ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുമായിരുന്നു തീരുമാനം. എന്നിട്ട് തോംസൺ ആകട്ടെ ബോണിയെ വിളിച്ച് ഈ കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാന്ന്. പക്ഷെ അയാൾ ഒരു നിമിഷം നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ബിച്ചു അവിടെ നിന്നും ബാഗും തട്ടിപ്പറിച്ച് ഓടാൻ ശ്രമിച്ചെങ്കിലും അവൻ ഓടി ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്ന്. അവളുടെ മമ്മി ബിച്ചുവിനെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി തോംസണിന് മനസ്സിലായി ബോണി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബോണി ഉറങ്ങുന്ന സമയത്ത് സ്റ്റെഫിയും സാമൂലും ചേർന്നിട്ട് പള്ളിയിൽ പോയി. എന്നിട്ട് അവളുടെ ഒരു വോയിസ് മെസ്സേജ് ഇടുകയും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന്. ഇത് കേട്ട് ബോണി ഞെട്ടിത്തരിച്ചു. കാരണം അപ്പോൾ ആ വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കറക്റ്റ് ആ സമയത്ത് തന്നെ ബോസ് അവിടേക്ക്
വരികയും ചെയ്യുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഇവിടുത്തെ ആൾക്കാർ പുറത്തു പോകുന്ന സമയത്ത് ഞാൻ ഈ വീട് ചുറ്റിപ്പറ്റി നടക്കാറുണ്ടെന്നും ഇതുവരെ അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ലെന്നും അയാൾ പറയുന്നു. ഇവൻ എന്തായാലും അകത്തേക്ക് വന്ന് പണി വാങ്ങിക്കുന്നത് തനിക്കൊന്ന് കാണാലെന്ന് വിചാരിച്ചിട്ട് ബോണി ആകട്ടെ അയാളെ അകത്തേക്ക് സ്വീകരിക്കുന്നു. ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് അയാൾ അകത്തേക്ക് കയറുന്നത്. എന്നിട്ട് അവിടുത്തെ ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ചിട്ട് തിരിച്ചു വെക്കാൻ തുടങ്ങി. മാത്രമല്ല സാമുവലിനെ കുറിച്ചും സ്റ്റെഫിയെ കുറിച്ചും ഒക്കെ വലിയ മോശമായ രീതിയിൽ അയാൾ പറയാനും കൂടെ തുടങ്ങി. അതോടുകൂടി സ്റ്റെഫിയുടെ മമ്മി പ്രതികരിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ആ ബോസിന്റെ ചുറ്റും കൂടി. എന്നാൽ അയാൾ അതൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ ഈ വീട്ടിലെ മരിച്ചുപോയ മമ്മിയുടെ പ്രേതമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞതോടുകൂടി അയാൾ ആകെ പേടിച്ചു. അങ്ങനെ സ്റ്റെഫിയുടെ മമ്മി അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ബോസ് അവിടെ നിന്നും പേടിച്ചു പുറത്തേക്കോടി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബോണിയുടെ സഹോദരിക്ക് ഒരു കുഞ്ഞു ജനിക്കുന്നു. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് സ്റ്റെഫി ആകട്ടെ ബോണിയോട് ചോദിക്കുന്നുണ്ട് തന്നെ വിവാഹം കഴിച്ചതിൽ തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. എന്നാൽ ബോണി പറയുന്നുണ്ട് അങ്ങനെ വിഷമമൊന്നുമില്ല, പക്ഷെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. അത് കേട്ടതും സ്റ്റെഫി അവനോട് പറയുന്നുണ്ട് താൻ പണ്ട് ഷിംലയിലായിരുന്ന സമയത്ത് തനിക്കൊരു നോർത്ത് ഇന്ത്യൻ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നുവെന്ന്. അന്ന് തങ്ങൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെയായിരുന്നു സംസാരിച്ചിരുന്നത്. അതൊന്നും തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം അവളുടെ മമ്മി പോലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ബോണിയും സ്റ്റെഫിയും ടെക്സ്റ്റ് മെസ്സേജിലൂടെ സംസാരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ റൊമാൻറ്റിക് ആയിട്ട് കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം ബോണി വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് സ്റ്റെഫി പ്രഗ്നന്റ് ആണെന്ന്. ഇത് കേട്ടതും അവളുടെ പപ്പയും മമ്മയും ഉൾപ്പെടെ ആകെ ഷോക്കായിട്ടുണ്ടായിരുന്നു. മമ്മി തന്റെ ദേഷ്യം അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലൈറ്റുകളെല്ലാം തന്നെ കത്തി അണയിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് തന്നെ കത്തിച്ചു കളയുന്നു. അതേ സമയത്ത് തന്നെ മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച ആ കറുത്ത വസ്ത്രധാരികളായ ആൾക്കാരുടെ തലവൻ എവിടെയോ ധ്യാനത്തിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റെഫിയുടെ പ്രഗ്നൻസി ന്യൂസ് കേട്ടിട്ട് മറ്റുള്ളവർ ഞെട്ടിയ പോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കും ഒരു ഞെട്ടലുണ്ടാകും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്. ഇനി ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നു. സ്റ്റെഫിയുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ബോസ് ആകട്ടെ ഷിംലയിലൊക്കെ പോയി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നു. സ്റ്റെഫിയുടെ അമ്മയിൽ നിന്നും എങ്ങനെ ഇവർക്കൊരു മോചനം ലഭിക്കുമെന്ന് അയാളുടെ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ബോസിന്റെ മെന്ററായ കാഞ്ചമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയൊരു പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരുന്നത് പ്രേതങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുക, അപ്പോൾ അവരുടെ ശക്തി കുറയുകയും കൺഫ്യൂഷനിൽ ഈസി ആയിട്ട് അവരെ നമുക്ക് വശത്താക്കാനും പറ്റും. അതുകൊണ്ട് സ്റ്റെഫിയുടെ മമ്മിക്ക് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആയിരുന്നു ഇവരുടെ ഒരു പ്രഗ്നൻസി. അങ്ങനെ സ്റ്റെഫിയും ബോണിയും ചേർന്നിട്ട് ഒരു ഫേക്ക് പ്രഗ്നൻസി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അതവരുടെ മമ്മി വിശ്വസിക്കുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പരസ്പരം കെയർ ചെയ്യുകയും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി അവളുടെ മമ്മി കൺവിൻസ് ആയി എന്ന് പറഞ്ഞിട്ട് അവൾ അവന് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ആരുടെയും പേടിയില്ലാതെ പരസ്പരം കിസ് ചെയ്യാലോ എന്ന് അവൻ വിചാരിക്കുകയാണ്. പക്ഷേ കറക്റ്റ് ആ സമയത്ത് അവന്റെ വീട്ടുകാർ അവിടേക്ക് വരുന്നു. അവളുടെ പ്രഗ്നൻസി ന്യൂസ് കേട്ടിട്ടാണ് അവന്റെ ഫാമിലി വന്നത്. എന്നാൽ ഇത് അവരെ അറിയിച്ചത് തോംസൺ ആണെന്ന് അപ്പോൾ തന്നെ ബോണിക്ക് മനസ്സിലായി. നിന്റെ ഫാമിലിയും കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ സ്റ്റെഫിയുടെ മമ്മിക്ക് കൂടുതൽ വിശ്വാസമാകൂ എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ തോംസന്റെ ഈ ഐഡിയ കാരണം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബോണി പേടിക്കുന്നു. ബോണിയുടെ അമ്മയുടെ കെയറിംഗ് എല്ലാം കാണുമ്പോൾ സ്റ്റെഫിക്കും ആകെ ഒരു വല്ലായ്മ തോന്നുന്നു. കാരണം അവരെ പറ്റിക്കുന്നതിൽ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അവരാകട്ടെ വന്നിട്ട് 2 ദിവസം അവിടെ നിന്നിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. അത് കേട്ടതോടുകൂടി സ്റ്റെഫിയും ബോണിയും ആകെ കൺഫ്യൂഷനിലായി. കാരണം അവരവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ മാറ്റിവെക്കുകയും അവിടുത്തെ റൂളുകൾ എന്തെങ്കിലും പാലിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അത് കാരണം തന്റെ പപ്പയുടെ പിറകെ തന്നെ നടക്കുകയാണ് ബോണി. അയാൾ മാറ്റിവെക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അവൻ തിരിച്ചു വെച്ചുകൊണ്ടേയിരുന്നു. അയാളുടെ നേരെ സ്റ്റെഫിയുടെ മമ്മി എടുത്തെറിഞ്ഞ പല സാധനങ്ങളും അയാൾ കാണാതെ എങ്ങനെയൊക്കെ അവൻ പിടിച്ചു വാങ്ങി. തന്റെ വീട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് മമ്മിയോട് പറയണമെന്ന് സ്റ്റെഫിയോട് അവൻ പറയുന്നുണ്ടെങ്കിലും താൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് അവൾ പറയുന്നത്. അന്ന് രാത്രി ഫിലിപ്പാകട്ടെ മദ്യപിക്കാൻ തുടങ്ങുന്ന കണ്ടിട്ട് ബോണി വന്ന് അയാളെ തടയുന്നു. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളാകട്ടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി ബോണി ഒരു വിധത്തിൽ അയാളെ പുറത്തു കൊണ്ടുപോയി അവിടെ ഇരുന്ന് മദ്യപിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ മദ്യം തലയ്ക്ക് പിടിച്ച അയാളാകട്ടെ തന്റെ മകൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ സാമുവലിനോട് വഴക്കുണ്ടാക്കാൻ അകത്തേക്ക് കയറിപ്പോയി. ബോണി എത്ര പിടിച്ചിട്ടും അയാൾ നിന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് തർക്കത്തിനിടയിലാകട്ടെ അവിടെ ഇരുന്ന പല സാധനങ്ങളും അയാൾ എടുത്ത് എറിയുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി സ്റ്റെഫി ബോണിയോട് പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമാകും, മമ്മി പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഒരു വിധത്തിൽ അയാളെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവളുടെ മമ്മിയാകട്ടെ എന്തോ ഒരു സാധനം ബോണിയുടെ പപ്പയുടെ തലയ്ക്ക് എടുത്തെറിയുന്നു. അയാൾ വിചാരിക്കുന്നു അത് സാമുവലാണ് ചെയ്തതെന്ന്. അതിന്റെ പേരിലും തമ്മിൽ വഴക്കായി. ഒടുവിൽ ദേഷ്യം വന്ന് ബോണിയുടെ പപ്പയാകട്ടെ ഒരു ഗ്ലാസ് എടുത്ത് സാമുവലിനെ നേരെ എറിഞ്ഞു. അതാകട്ടെ എയറിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഫിലിപ്പ് പോയി അതിൽ പിടിച്ചു. എന്നാൽ അയാളുടെ കയ്യിലേക്ക് അത് വരാത്തത് കാരണം ശക്തിയെ പിടിക്കുകയും ആ ഗ്ലാസ് ഭിത്തിയിലിടിച്ച് പൊട്ടിയിട്ട് അതിന്റെ ഒരു ചില്ല് പോയി കൊള്ളുന്നത് സ്റ്റെഫിയുടെ കയ്യിലുമായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങിയതോടുകൂടി ബോണിക്ക് മനസ്സിലായി സംഭവം കയ്യിൽ നിൽക്കില്ല എന്ന്. അതോടുകൂടി അവളുടെ മമ്മിയുടെ ദേഷ്യം ഇരട്ടിക്കുകയും അവര് ബോണിയുടെ പപ്പയെ അവിടെ നിന്ന് ദൂരേക്കെടുത്ത് അറിയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ പേടിച്ച് ബോണിയുടെ പപ്പയും അമ്മയും അവിടെ നിന്ന് പോകുന്നതാണ്. അവരെല്ലാം പോയതോടുകൂടി തങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷം ഇനിയും നീട്ടിവെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ബോണി ആകിട്ട് നേരെ സ്റ്റെഫിയുടെ റൂമിലേക്ക് ചെല്ലുന്നു. പക്ഷെ ആ സമയത്ത് ബിച്ചുവിന്റെ കോള് അവന് വരുന്നുണ്ട്. പലതവണ അവൻ കോൾ കട്ടാക്കിയെങ്കിലും വീണ്ടും വരുന്ന കണ്ടിട്ട് സ്റ്റെഫി കോൾ എടുക്കാൻ പറയുന്നു. അവൻ കോൾ എടുത്ത ഉടനെ സംസാരിക്കുന്നത് സ്റ്റെഫിയെ കുറിച്ചായിരുന്നു. നിന്റെ ഭാര്യയുടെ കൂടെയുള്ള അവളുടെ മമ്മിയുടെ ശക്തി പരീക്ഷിക്കാൻ പോയിട്ട് അവസാനം ഞാൻ ഹോസ്പിറ്റലായി എന്ന് പറഞ്ഞിട്ടാണ് അവൻ ബഹളം വെക്കുന്നത്. ഇത് കേട്ടതും സ്റ്റെഫി ആകെ ദേഷ്യത്തിലായി. മമ്മിയുടെ കാര്യം ആരോടും പറയരുതെന്ന് ഓൾറെഡി തന്നെ അവൾ ബോണിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ
അവൻ ആ കാര്യങ്ങൾ കൂട്ടുകാരെ അറിയിച്ചതറിഞ്ഞിട്ട് അവൾ വീണ്ടും അവനോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ വലിയ തർക്കം നടക്കുകയാണ്. അതിനിടയ്ക്ക് അവൾ പറയുന്നുണ്ട്, ഇനി നീ ഇങ്ങനെ ഓരോന്ന് ആൾക്കാരോട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ മമ്മിയോടെല്ലാം പറഞ്ഞു കൊടുക്കുമെന്ന്. നീ മമ്മിയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ചു കുറെ പറയാൻ തുടങ്ങി. കൊച്ചു പിള്ളേരുടെ കണക്ക് എപ്പോ നോക്കിയാലും നീ മമ്മിയെടുത്ത് പറയും എന്ന് പറഞ്ഞിട്ട് എന്നെ ഇനി ഭീഷണിപ്പെടുത്തണ്ട, എനിക്ക് നിന്റെ മമ്മിയെ പേടിയില്ലാന്ന് പറയുന്നു. ഇത് കേട്ടതോടുകൂടി അവൾ പറയുന്നുണ്ട്, എന്നാ ഞാൻ മമ്മിയെ വിളിക്കാൻ പോവുകയാണെന്ന്. നീ ധൈര്യത്തോടെ വിളിക്കാനാണ് അവൻ പറയുന്നത്. അടുത്ത നിമിഷം തന്നെ അവൾ മമ്മീന്ന് വിളിച്ചതും അവളുടെ മമ്മിയുടെ പ്രേതം ഉള്ളിലേക്ക് വരുന്നുണ്ട്. കാണാൻ മാത്രമേ പറ്റാതുള്ളൂ, അവരുടെ പ്രസൻസ് അവിടെ എല്ലാം ഫീൽ ചെയ്യാമായിരുന്നു. അവൾ എല്ലാ സത്യങ്ങളും മമ്മിയോട് തുറന്നു പറയുന്നു. താൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതും ഈ കള്ളക്കളി കളിച്ചതും എല്ലാം തന്നെ ബോണിയുടെ പ്ലാനിംഗ് ആണെന്ന്. അതോടുകൂടി ദേഷ്യം വന്ന അവളുടെ മമ്മിയാകട്ടെ അവനെ എടുത്തെറിയുന്നു. ബോണിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ബോണി സാമുവലിന്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്നതാണ്. നീ 2-3 മാസമായിട്ടല്ലേ ഇത് സഹിക്കുന്നത്, ഞാൻ 22 വർഷമായിട്ട് ഇവളുടെ ഈ പ്രശ്നങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് സാമുവൽ പറയുന്നത്. അങ്ങനെ ഒരുപാട് മദ്യപിച്ചിട്ടാണ് അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരുന്നത്. സാമുവലിനെ ബെഡിൽ കൊണ്ട് കിടത്തിയ ശേഷം ബോണി വന്നിട്ട് സ്റ്റെഫിയെ നോക്കുമ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു. അവൻ കിച്ചണിലേക്ക് വന്നിട്ട് മമ്മിയെ വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂളൊന്നും തന്നെ താൻ പാലിക്കില്ല എന്നും ഇനി എനിക്ക് തോന്നിയതെല്ലാം ഞാൻ ഈ വീട്ടിൽ ചെയ്യുമെന്നും അയാൾ പറയുന്നു. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്നിടുകയും അവിടുത്തെ സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെരുപ്പ് അകത്തേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവളുടെ മമ്മി ഒന്നും തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ തളർന്ന് അവനാകട്ടെ സോഫയിലേക്ക് കിടക്കുന്നു. അവന്റെ കയ്യിൽ നിന്നും മദ്യം താഴെ കൊഴുകുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ആ മദ്യത്തിലേക്ക് തീ കത്തി അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് റൂം തുറന്ന് സ്റ്റെഫി പുറത്തേക്ക് വരുന്നത്. ആ നിമിഷം തന്നെ ആ തീ കെട്ടുപോവുകയും ചെയ്യുന്നു. ബോണിയുടെ ഈ അവസ്ഥയെല്ലാം കണ്ടിട്ട് സ്റ്റെഫിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് ബോസ് പറഞ്ഞിട്ട് തോംസണും ബോണിയും ചേർന്നിട്ട് അയാളുടെ പ്രൊഫസറായ കാഞ്ചമ്മയെ കാണാൻ വരുന്നതാണ്. അവർ കാര്യങ്ങളൊക്കെ കാഞ്ചമ്മയോട് പറയുമ്പോൾ കാഞ്ചമ്മ പറയുന്നുണ്ട്, ഞാൻ ഈ വക പരിപാടികളൊക്കെ നിർത്തിയെന്ന്, ഇനി ഈ കാര്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ നേരത്ത് ബോണിയോട് അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, നീ സൂക്ഷിക്കുന്നത് നല്ലതാ, നിന്റെ ചുറ്റും ഒരു മരണക്കണി ഉണ്ടെന്ന്. എന്നാൽ അവൻ അതൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. തോംസൺ പറയുന്നുണ്ട്, കാഞ്ചമ്മ പറയുന്നത് അങ്ങനെ തള്ളിക്കളയണ്ടെന്ന്, എനിക്കതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ബോണി അവിടെ നിൽക്കുമ്പോഴാകട്ടെ പെട്ടെന്നൊരു കത്തി അവന്റെ നേർക്ക് വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് സ്റ്റെഫി കണ്ടുകൊണ്ട് മമ്മീന്ന് വിളിച്ചത് കൊണ്ട് ആ കത്തി അവിടെ തന്നെ നിന്നു. താൻ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ബോണിയെ കൊന്നുകളയില്ലായിരുന്നു എന്ന് അവൾ മമ്മിയോട് ചോദിക്കുന്നു. കുറെ കാലങ്ങളായിട്ട് ഞാൻ സഹിക്കുക, ഇനിയെങ്കിലും നിർത്താൻ പറയുന്നുണ്ട്. എന്റെ 5 വയസ്സ് മുതൽ ഞാൻ സഹിക്കുന്നതാ നിങ്ങളെ, അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എങ്ങും ഇല്ലാത്ത കുറെ റൂൾസ്. എല്ലാവർക്കും മക്കളുടെ സൈഡ് കൂടെ നോക്കുന്ന പേരൻസിനാണ് കിട്ടിയത്. എനിക്ക് കിട്ടിയത് പൊസസീവ്നെസ്സും സെൽഫിഷ്നെസ്സും ഉള്ളത് മമ്മിയെ മാത്രമാണ്. ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന് വിചാരിച്ചിട്ട് എത്ര കാലമായിട്ട് ഇവൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ എന്നെ കൊന്നോളാനും ഇവനെ വെറുതെ വിട്ടാക്കാനാണ് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ട് ബോണിയും അവിടെ നിന്ന് ഒരുപാട് വിഷമത്തോടെ ഇറങ്ങിപ്പോകുന്നു. ആ സമയത്ത് ആ കറുത്ത വസ്ത്രധാരികളായ ആൾക്കാരെ കാണിക്കുന്നുണ്ട്. അതിന്റെ തലവനിരുന്ന് പറയുന്നുണ്ട്, ഇത് നമ്മുടെ അവസാന ചാൻസ് ആണെന്ന്, എല്ലാത്തിനും സമയമായി എന്നും അയാളുടെ അനുയായികൾ പറയുന്നു. ആ ധ്യാനത്തിലിരിക്കുന്ന തലവൻ പറയുന്നുണ്ട്, ഇത്തവണയെങ്കിലും ഈ ആത്മാവിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയൊരു ചാൻസ് കിട്ടില്ല. ഈ ആത്മാവിന് മാത്രമേ എന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ബോണി അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് പോയ ശേഷം അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബോണി തോംസനെയും കൂട്ടിയിട്ട് സാമുവലിനെയും സ്റ്റെഫിയെയും കാണാൻ വരുന്നു. പള്ളിയിൽ വെച്ചാണ് ഇവർ കണ്ടുമുട്ടുന്നത്. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റുമെന്ന് അവർ പറയുന്നുണ്ട്. ബോണിയെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ആശാവ എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തിയത്. മമ്മിയുടെ പ്രശ്നം സോൾവ് ചെയ്ത് തരാമെന്നും അവർ പറഞ്ഞു. ഈ കാര്യം കേട്ടതോടുകൂടി സാമുവലിനും തോന്നുന്നുണ്ട് അത് തന്നെയാണ് നല്ലതെന്ന്. അയാൾ തന്റെ ഭാര്യയോടായിട്ട് പറയുന്നുണ്ട്, സ്റ്റെഫി വളർന്ന് വലുതായി എന്നും അവൾക്കൊരു കുടുംബജീവിതം വേണമെന്നും, അവളോടുള്ള ഇഷ്ടം കൊണ്ടും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും നീ ഇവിടേക്ക് വന്നെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഇനി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടില്ല, അതുകൊണ്ട് നീ പോണമെന്നും പറയുന്നു. അത് കേട്ട് ദേഷ്യത്തില് അയാളുടെ ഭാര്യയാകട്ടെ അവിടേക്ക് സാധനങ്ങൾ വീണ്ടും വലിച്ചു വാരി എറിയാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് ആ കറുത്ത വസ്ത്രധാരികൾ ഇവരുടെ വീട്ടിലേക്ക് വരുന്നതാണ്. ഷിംലയിൽ വെച്ച് തന്നെ ഇവരാകട്ടെ സാമുവലിനെ സ്റ്റെഫിയും കണ്ട് നേരത്തെ തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അന്ന് സാമുവൽ സ്റ്റെഫിയും അതിന് സമ്മതിച്ചില്ല. അവസാനം വേറെ നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഇവർ സമ്മതിച്ചിരിക്കുന്നു. മമ്മിയുടെ ആത്മാവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം മമ്മിയുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും തങ്ങളുടെ കൈവശം തരണമെന്ന് പറയുന്നു. അത് പറഞ്ഞു തീർന്നതും മൂർച്ചയുള്ളൊരു ആയുധം അയാളുടെ നേർക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് അയാൾ അത് പിടിച്ചു നിർത്തി. കറക്റ്റ് സമയം തീയതി ഞങ്ങൾ അറിയിക്കും, അതുവരെ നിങ്ങൾ മമ്മിയുടെ കൂടെ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കണം. അവരവിടുന്ന് പോയ ശേഷം ബോണിയും കൂട്ടരും ആകട്ടെ നേരെ കാഞ്ചമ്മയെ കാണാൻ വന്നിരുന്നു. ഇതുപോലെ നോർത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഈ ആത്മാവിനെ ഒഴിപ്പിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു എന്ന് പറയാൻ. എന്നാൽ അവർ പറയുന്നുണ്ട് അത്രയും ശക്തിയുള്ള ആത്മാവിനെ അങ്ങനെ ചുമ്മാ ആർക്കും ഒഴിപ്പിക്കാൻ പറ്റില്ലെന്ന്. എന്നാൽ അവരെ കണ്ടിട്ട് അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നുവെന്നും അവരുടെ കഴുത്തിൽ മാൻകൊമ്പിന്റെ ടാറ്റു ഒക്കെ ഉണ്ടായിരുന്നെന്നും പറയുന്നു. ഇത് കേട്ടതും കാഞ്ചമ്മ ഞെട്ടി. അവർ തന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം എടുത്ത് തുറന്നു കാട്ടി ഇതുപോലുള്ള ചിഹ്നമാണോ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നു. ആണെന്ന് പറഞ്ഞതും അവർ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അത് ബഹോഡകളാണെന്ന്. ലോകം മുഴുവൻ ആത്മാക്കളെ തേടി അലയുന്നവരാണവർ. അവർ ഒരു ആത്മാവിനെ തേടി വരുന്നുണ്ടെങ്കിൽ ആ ആത്മാവിന് അത്രമാത്രം ശക്തി ഉണ്ടാകും. അവർ നിസ്സാരക്കാരല്ല. ഈ ഭൂമിയിൽ പ്രകൃതി നിയമങ്ങൾക്കും മനുഷ്യർ കൽപ്പിക്കുന്ന സമയങ്ങൾക്കും അതീതമായി ജീവിക്കുന്നവരാണ് ബഹോഡകൾ. അവരുടെ കണ്ണിൽ മനുഷ്യരെക്കാൾ കൂടുതൽ പതിയുന്നത് ആത്മാക്കളായിരിക്കും. അങ്ങനെയുള്ള ആത്മാക്കളിൽ ശക്തമായവയെ കണ്ടെത്തി ഇവർ കൊണ്ടുപോയിട്ട് തങ്ങളുടെ കുലത്തിന്റെ തന്നെ ശക്തി വർദ്ധിപ്പിക്കും. ബഹോഡകളുടെ വിശ്വാസമനുസരിച്ച് അമരാധൻ എന്ന വൃക്ഷത്തിന്റെ അടിയിലായി സഹസ്രാബ്ദങ്ങളായി കഴിയുന്ന മാക്ഷിതയാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. അതിശക്തമായ ഒരു ആത്മാവിനെ
കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെന്ത് വില കൊടുത്തും ആ ആത്മാവിനെ സ്വന്തമാക്കി മാക്ഷിതയ്ക്ക് സമർപ്പിക്കും. ആക്ഷാബ എന്നത് ആത്മാക്കളെ തേടാൻ വേണ്ടിയിട്ട് മാക്ഷിത ഉപയോഗിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്റെ നാമമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴായിട്ട് ഈ ആക്ഷാബയുടെ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും. ബഹോഡകൾ ഒരു തവണ സ്വന്തമാക്കി കഴിഞ്ഞാൽ എത്ര നല്ല ആത്മാവിനെയും അവർ ദുഷ്ടാത്മാക്കളാക്കി മാറ്റും. മാത്രമല്ല തെറ്റായ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആ ആത്മാവിനെ ഉപയോഗിക്കുകയും ചെയ്യും. ആ സമയത്ത് ആ ആത്മാവ് അനുഭവിക്കുന്ന വേദന ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്രയാണ്. എന്നാൽ എല്ലാം കേട്ടുകഴിഞ്ഞ് ബോണി പറയുന്നുണ്ട് തനിക്ക് മമ്മിയെ വേദനിപ്പിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. കാഞ്ചമിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. പഴയ ശക്തിയൊന്നും തന്നെ എനിക്കില്ല. ഇവിടെ സ്റ്റെഫിയും സാമൂലും ചേർന്നിട്ട് അവരുടെ മമ്മിയുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റുകയായിരുന്നു. ഇനിയാണ് തന്റെ മമ്മി യഥാർത്ഥത്തിൽ തന്നെ വിട്ട് പോകാൻ തുടങ്ങുന്നതെന്ന് സ്റ്റെഫിക്ക് മനസ്സിലായി. അവൾ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഇവരുടെ ഈ വിഷമങ്ങളെല്ലാം തന്നെ ബോണിയും കാണുന്നുണ്ട്. ആ റൂമിലെ അവരുടെ മമ്മിയുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരെടുത്ത് മാറ്റി. അവരുടെ മുഖം ആരും കാണുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഫോട്ടോസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്റ്റെഫിയുടെ മമ്മി അവൾക്ക് വേണ്ടി എഴുതിയിരുന്ന ഡയറി കുറിപ്പുകളെല്ലാം തന്നെ ബോണി കാണുന്നുണ്ട്. അവനിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും വിഷമമായി. മരിച്ചു കഴിഞ്ഞിട്ടും സ്വന്തം മോളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ തന്നെ 22 വർഷമായിട്ട് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും എന്തൊരമ്മയായിരിക്കുമെന്ന് ബോണി ബോസിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ബോണിയും കൂട്ടരും ബഹോഡകൾ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വരുന്നതാണ്. അവർ കൊണ്ടുകൊടുത്ത സാധനങ്ങളുടെ സഹായത്തോടു കൂടി മമ്മിയുടെ ആത്മാവിനെ അവർ ആവാഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ കാരണം സ്റ്റെഫിക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അവൾ തനിയെ അവരുടെ നേരെ നടന്നു നീങ്ങി. തടയാൻ ബോണി ശ്രമിച്ചെങ്കിലും ആ കൂട്ടത്തിൽ ആൾക്കാർ വന്നിട്ട് അവനെ തടഞ്ഞിട്ട് അവളെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോയി. കുറച്ചു കഴിയുമ്പോൾ അവൾ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ബോണി പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് നിർത്തിക്കൊള്ളാൻ. എന്നാൽ അതിനവർ സമ്മതിക്കുന്നില്ല. അവനെ ദൂരേക്ക് തള്ളിയെറിയുന്നു. അവരുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് അവളുടെ അമ്മയുടെ ആത്മാവ് പല കണങ്ങളായിട്ട് അവിടേക്ക് വരുന്നു. ഓരോ കണങ്ങളും അവർ വെച്ചിരുന്ന ആ ഒരു വസ്തുവിലേക്ക് വന്ന് അലിയുകയും ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാ കണങ്ങളും അതിനുള്ളിലായി കഴിഞ്ഞാൽ അവളുടെ മമ്മിയുടെ ആത്മാവ് അവരുടെ വശത്താകും. എന്നാൽ തന്റെ അമ്മ പോകുന്ന കണ്ടിട്ട് സ്റ്റെഫിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബോണിക്കും ആ നിമിഷം അതൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങി. അവർ അതൊക്കെ തടയാൻ ശ്രമിച്ചെങ്കിലും ബഹോഡകൾ അവരെ എതിർത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവസാനമായിട്ട് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു കണം കൂടി ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാഞ്ചമ്മ അവിടേക്ക് വരുന്നു. പിന്നീട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അതിനിടയിൽ കാഞ്ചമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പല ശക്തികളും തിരിച്ചു കിട്ടുന്നുണ്ട്. ആശാബയാകട്ടെ സ്റ്റെഫി അയാളുടെ ശക്തി കൊണ്ട് മുകളിലേക്ക് ഉയർത്തുകയും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ നേരെ ഒരു ആയുധം എറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ മമ്മീന്ന് വിളിച്ച സമയം തന്നെ അവളുടെ മമ്മി അത് തടയുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബഹോഡകൾ ഇവരെ നേരിടാൻ തുടങ്ങിയതോടുകൂടി അവളുടെ മമ്മിയാകട്ടെ നേരെ നമ്മുടെ ബോണിയുടെ ശരീരത്തിലേക്ക് കയറുകയും അവനെ ഉപയോഗിച്ച് അവരെ നേരിടുകയും ചെയ്യുന്നു. ഒടുവിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് തുടർന്നുകൊണ്ടിരുന്നതും പെട്ടെന്ന് ബഹോഡകൾ അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. തങ്ങളുടെ മമ്മിയെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതി അവർ രണ്ടുപേരും ദുഃഖിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ആ നിമിഷം അവരുടെ മമ്മിയുടെ ആത്മാവ് അവർ രണ്ടുപേരും ചുറ്റി തന്നെ വന്നു നിൽക്കുന്നുണ്ട്. അവരുടെ മമ്മി എങ്ങും പോയിട്ടില്ല എന്നും തങ്ങളുടെ കൂടെയുണ്ടെന്നും അവർക്ക് മനസ്സിലായി. എല്ലാ പ്രശ്നങ്ങളും അവിടെ തീർന്നുവെന്ന് അവർ വിചാരിച്ചെങ്കിലും കാഞ്ചമ്മ പറയുന്നുണ്ട് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടില്ല എന്ന്. ബഹോഡകളുടെ കൈക്കുള്ളിൽ ഒരിക്കൽ ആവാഹിക്കപ്പെട്ട ആത്മാവിന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണ്. ആ ആത്മാവിനെ തേടി അവർ വീണ്ടും വരും. അവളുടെ അമ്മയുടെ ആത്മാവിന്റെ ആവാഹിക്കപ്പെട്ടതിൽ ഒരു കണിക ഇപ്പോഴും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനർത്ഥം ഈ ഒരു മൂവിക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.